children, a very good evening to everyone and welcome to Hidayah online class. I am Prasida, your social science teacher. I hope all are fit and fine. So let's start our social science class. Today we discuss about a new topic, Neolithic age. Neos means new, lithos means stone. Neos means new, lithos means stone. Neolithic age means new stone age. Neolithic age means new stone age. Look at the picture. What differences do these weapons have from those of the Paleolithic age? Yes, it is sharper and polished. അതായത് പാലിയോളിത്തിക് ഏജിനെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നിയോളിത്തിക് ഏജില് ഈ ആയുധങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയത്? എങ്ങനെയാണ്? പോളിഷ്ഡ് ആണ്, നല്ല മിനുസപ്പെടുത്തിയതാണ് അല്ലെ? ഓക്കെ, വാട്ട് ഈസ് നിയോളിത്തിക് ഏജ്? ദ പീരിയഡ് ഇൻ വിച്ച് പോളിഷ്ഡ് സ്റ്റോൺസ് were used as tools and weapon is called Neolithic age. What is Neolithic age? The period in which polished stones were used as tools and weapons is called Neolithic age. അതായത് എന്താണ്? ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നല്ല മിനുസപ്പെടുത്തിയിട്ടുള്ള സ്റ്റോണുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാലം, അത് ഉപയോഗിക്കുന്ന കാലത്തെ പറയുന്ന പേരാണ് എന്ത്? Neolithic age. എന്താണ്? What is Neolithic age? The period in which polished stones were used as tools and weapon is called Neolithic age. Okay, all of you clear? Okay, in this period, drastic transformation occurred in this human life. അതായത് നല്ലൊരു മാറ്റം തന്നെയാണ് ഈ നിയോളിത്തിക് ഏജിൽ വന്നിട്ടുള്ളത്. In this period, drastic transformation occurred in the human life. Okay, all of you look at the pictures. What features can you identify about the human life in Neolithic age? ഈ പിക്ചർ കണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നിയോളിത്തിക് ഏജിൽ വന്നിട്ടുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുമോ? ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് വൺ, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്. ഫസ്റ്റ് വൺ, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്. അതായത് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്. നെക്സ്റ്റ് വൺ, ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ്. അതായത് നമുക്കറിയാം, കൃഷി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്? ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് താമസിക്കണം അല്ലെ? അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ്, ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സെറ്റിൽമെന്റ് ഒക്കെ അവർ ചെയ്തു. അതുപോലെ ടേംഡ് എനിമൽസ്. ടേംഡ് എനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എൻഗേജ്ഡ് ഇൻ പോട്ടറി മേക്കിംഗ്, അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കൃഷി ചെയ്യുമ്പോൾ എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന വിളകളൊക്കെ സൂക്ഷിച്ചു വെക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പോട്ടറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് വൺ, ഇൻവെന്റഡ് വീൽ. എന്താണ്? ഇൻവെന്റഡ് വീൽ, ചക്രങ്ങള് കണ്ടുപിടിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോളിത്തിക് ഏജ്? ഫസ്റ്റ് വൺ, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. നെക്സ്റ്റ് വൺ, ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ്, അതായത് എന്താണ്? ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് വൺ, ടേംഡ് എനിമൽസ്. ടേംഡ് എനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. എൻഗേജ്ഡ് ഇൻ പോട്ടറി മേക്കിംഗ്, അതായത് പോട്ടറി മൺപാത്ര നിർമ്മാണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് വൺ, ഇൻവെന്റഡ് വീൽ, എന്താണ്? ചക്രങ്ങൾ കണ്ടുപിടിച്ചു. The Paleolithic people invented it. എന്തായിരുന്നു Paleolithic people കണ്ടുപിടിച്ചിരുന്നത്? എന്താണ്? വെരി ഗുഡ്, ഫയർ. പാലിയോളിത്തിക് ഏജിലെ ആളുകൾ എന്താണ്? ഫയർ, തീ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എന്താണ്? നിയോളിത്തിക് ഏജിലെ പീപ്പിൾ were invented in wheel. Okay, next we discuss about Chalcolithic age and Bronze age. Chalcolithic age and Bronze age. Chalcos means copper, lithos means stone. Chalcos means copper, lithos means stone. It is also known as Copper Stone Age. It is also known as Copper Stone Age. Copper was the first material used by man. Which was the first material used by man? Yes, very good, copper. Copper was the first material used by man. The period when man used the stone and the copper tool is known as the Chalcolithic age or Copper Stone Age. The period when man used both stone and the copper tool is known as Chalcolithic age and Copper Stone Age. അതായത്
ചൈക്കോളിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോണും അതേപോലെ കോപ്പറും ഉപയോഗിച്ചിട്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള കാലത്തെ പറയുന്ന പേരാണ് എന്ത്? ചൈക്കോളിത്തിക് ഏജ്. അതായത് the period when man used both stone and copper tool is known as Chalcolithic age or copper stone age. അതായത് എന്താണ്? ആളുകളെ കോപ്പർ കൊണ്ടും അതുകൊണ്ട് സ്റ്റോൺ കൊണ്ടും രണ്ടും കൊണ്ടും ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലം, ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലത്തെയാണ് എന്തെന്ന് പറയുന്നത്? Chalcolithic age or copper stone age. The Chalcolithic age is also known as copper stone age. Okay, all of you clear? അതായത് it was a transition period from stone to metal age. It was a transition period from stone to metal age. അതായത് കല്ലിൽ നിന്ന് മെറ്റലിലേക്കോ ലോഹത്തിലേക്കുള്ള മാറ്റമാണ് എന്ത്? ഈ ചൈക്കോളിത്തിക് ഏജിലൂടെ ഉണ്ടായിട്ടുള്ളത്. Okay, all of you clear? Okay, copper tools were not strong. Men discovered tin and learned to mix with the copper with a tin to produce alloy called bronze, which was harder than copper. അതായത് ഇവിടെ നോക്കൂ, കോപ്പർ പ്ലസ് ടിൻ. ആദ്യം അവരെന്ത് ചെയ്തു? കോപ്പർ ചെമ്പ് കണ്ടുപിടിച്ചു അല്ലെ? ഡിസ്കവേർഡ് കോപ്പർ ആൻഡ് ടിൻ. പിന്നെ അതിനുശേഷം ടിൻ ഈയം കണ്ടുപിടിച്ചു. അങ്ങനെ കോപ്പറും ടിന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് അവര് പുതിയൊരു ലോഹസങ്കരം നിർമ്മിച്ചു. അതാണ് ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പറും ടിന്നും കൂടിയിട്ട് അവര് പുതിയൊരു എന്ത് കണ്ടുപിടിച്ചു? ലോഹസങ്കരം കണ്ടുപിടിച്ചു. ബ്രോൺസ്, വെങ്കലം അല്ലെങ്കിൽ ഓട്. അതായത് നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓട് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ അല്ലെ? അപ്പോ അങ്ങനെ കോപ്പറും ടിന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു ലോഹസങ്കരം കണ്ടുപിടിച്ചതാണ് ഇത് ബ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് പീരീഡ് ബ്രോൺസ് ഏജ്. ഓക്കെ, ദ ഏജ് ഇൻ വിച്ച് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ടു മേക്ക് weapons and tool is called Bronze Age. The age in which bronze was widely used to make weapons and tool is called Bronze Age. അതായത് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലത്തെ പറയുന്ന പേരാണ് എന്ത്? ബ്രോൺസ് ഏജ്. Okay, all of you clear? Chalcolithic age and Bronze age. Okay, all of you clear? Okay, during this period agriculture improved and resulted in better harvest. During this period, agriculture improved and resulted in better harvest. What changes might have been brought about by the improvement in agriculture? അതായത് കൃഷി മെച്ചപ്പെട്ടതോട് കൂടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? What changes might have been brought about by the improvement in agriculture? കൃഷി മെച്ചപ്പെട്ടതോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഫസ്റ്റ് വൺ, the storage of surplus food grains. The storage of surplus food grains. അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരെന്താണ് എടുത്തു വെച്ചതിന് ശേഷം ബാക്കി ഉണ്ടാവും. ബാക്കി സാധനങ്ങളൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങി. സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി തുടങ്ങി. The storage of surplus food grains. Next one, development of public places for the exchange of agricultural products. Development of public places for the exchange of agricultural products. അതായത് സാധനങ്ങൾ അവര് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കാർഷിക സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്ലേസ്, അതായത് ചന്ത പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ടൂൾസ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ടൂൾസ്. അതായത് കൂടുതലായിട്ട് അവര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എന്താണ്? അവർക്ക് പുതിയ പുതിയ അഗ്രികൾച്ചറൽ ടൂൾസുകൾ എന്തായിട്ട് വന്നു? ആവശ്യമായിട്ട് വന്നു. അപ്പൊ എന്തൊക്കെ ചേഞ്ചുകളാണ് അഗ്രികൾച്ചർ ഇംപ്രൂവ് ആയപ്പോ വന്നത്? ഫസ്റ്റ് വൺ, the storage of surplus food grains. Next one, development of public places for the exchange of agricultural product. Third one, increase in the production and use of new agricultural tools. Okay, all of you clear? Okay, next, other additional occupational group existed in this time. Okay, അതായത് കൃഷിയെ കൂടാതെ തന്നെ എന്താണ്? വേറെയും ഒരുപാട് ഓക്യുപ്പേഷൻ ഗ്രൂപ്പുകള് ഉണ്ടായി. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, look at the picture. First one, pottery making,
കാറ്റിൽ റിയറിംഗ്, പിന്നെന്താണ് ജ്വല്ലറി മേക്കിംഗ്, ടൂൾസ് മേക്കിംഗ്, വീവിംഗ് ആൻഡ് ബ്രിക്ക് മേക്കിംഗ്. ഏതൊക്കെയാണ്? കാറ്റിൽ റിയറിംഗ്, ടൂൾ മേക്കിംഗ്, പോട്ടറി മേക്കിംഗ്, weaving, brick making, etc. Next one, features of Bronze Age. First one, barter system came into existence. Barter system came into existence. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫ്രം ഗുഡ്സ്. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരാൾ ഒരുപാട് നെല്ല് ഉത്പാദിപ്പിച്ചിട്ടുണ്ട്, വേറൊരാള് ഗോതമ്പാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഗോതമ്പ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെല്ല് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഗോതമ്പ് ഇങ്ങോട്ട് വാങ്ങും. ഓക്കെ, ഈ സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫ്രം ഗുഡ്സ്. അപ്പൊ ബാർട്ടർ സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഈ ബ്രോൺസ് ഏജിൽ ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്നു. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ വേർഡ് ഡെവലപ്ഡ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? കാർഷിക പുരോഗതി ഉണ്ടായി. അപ്പൊ എന്താണ്? ഒരുപാട് സാധനങ്ങൾ ഉത്പാദിപ്പിച്ചപ്പോ അതൊക്കെ എന്ത് ചെയ്യണം? കരമാർഗവും കടൽ മാർഗവും ഒക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായി? ട്രാൻസ്പോർട്ടേഷൻ വേർഡ് ഡെവലപ്ഡ്. ഗതാഗത മാർഗം ഉണ്ടായി. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോംഡ്. സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോംഡ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണ സംവിധാനം രൂപം കൊണ്ടു. അടുത്തത് ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഫോംഡ്. അതായത് അവിടെ എന്താണ്? ബ്രോൺസ് ഏജിൽ എഴുത്ത് വിദ്യ രൂപപ്പെട്ടു, എഴുതി തുടങ്ങി. അവരെന്ത് ചെയ്തു? എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഫസ്റ്റ് വൺ, ബാർട്ടർ സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, ട്രാൻസ്പോർട്ടേഷൻ വേർഡ് ഡെവലപ്ഡ്, സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോം, ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഫോംഡ്. Okay, all of you clear? Okay, I conclude my class. All of you understood in all topics. Okay, thank you. Take care.